ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. അപ്പൊ നമ്മുടെ എക്സാമിന് വരുന്ന 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് എന്തൊക്കെ? പത്ര, ഡയറി, പട്കഥ, പോസ്റ്റർ എന്നുള്ളത്. ഇതിന്റെയൊക്കെ ഫോർമാറ്റ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് ഓരോന്നിന്റെയും ഫോർമാറ്റുകൾ പഠിക്കാം. പത്രം എഴുതുന്ന സമയത്ത്, അതായത് ലെറ്റർ എഴുതുന്ന സമയത്ത് റൈറ്റ് സൈഡ് സ്ഥാൻ, താരീഖ് എഴുതുക. അതിനുശേഷം പ്രിയമിത്ര എന്ന് പറഞ്ഞ് തുടങ്ങാം. തും കേസേ ഹോ, നിനക്ക് സുഖാണോ? ടീക് ഹേ നാ, സുഖം തന്നെയല്ലേ? മേഹാ ടീക് ഹൂ, ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. തുമാരി കോയി ഖബർ നഹി കുച്ച് ദിനോ സേ, നിന്റെ ഒരു വിവരവും ഇല്ലല്ലോ കുറച്ച് ദിവസമായിട്ട്. മുझे तुमसे एक खास बात कहने के लिए मैं ये पत्र लिख रहा हूँ, നിന്നോടൊരു പ്രത്യേക കാര്യം അല്ലെങ്കിൽ ഒരു വിശേഷപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എന്നിട്ട് ഏത് ചാപ്റ്ററിൽ നിന്നാണോ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ലെറ്റർ എഴുതേണ്ടത് ആ കണ്ടന്റ് ഇവിടെ എഴുതി കൊടുക്കുക. അതിനുശേഷം വഹാ തുമാരി പഠായി കേസേ ഹോ രഹി ഹെ, അവിടെ നിന്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? തും കബ് യഹാ ആവോങ്കെ, നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? ജവാബ് പത്രികി പ്രതീക്ഷാസെ, മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. തുമാരാ മിത്ര ഹസ്താക്ഷർ, നിന്റെ സുഹൃത്ത് ഒപ്പ്. ഓക്കെ, ഇത്രയുമാണ് ലെറ്ററിന്റെ ഫോർമാറ്റ്. ഇനി അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഡയറിയുടെ ഫോർമാറ്റ് ആണ്. എപ്പോഴും നിങ്ങൾ ഡയറി, ലെറ്റർ, പട്കഥയൊക്കെ എഴുതുമ്പോൾ ഒരു ബോക്സിൽ വരയ്ക്കാൻ മറന്നു പോകരുത്. ഇനി താരീഖ് ദിൻ എഴുതി കൊടുക്കുന്നു. ആജ് കെ ദിൻ മേ കബി നഹി ഭൂലൂങ്ക, അല്ലെങ്കിൽ ആജ് കെ ദിൻ മേ കബി നഹി ഭൂലൂങ്കി എന്ന് എഴുതി കൊടുക്കാം. ക്യോങ്കി ആജ് ബഹോത് ഖുഷി ഓർ ദുഃഖ കാ ദിൻ ഥാ, വളരെ സന്തോഷത്തിന്റെ അല്ലെങ്കിൽ സങ്കടത്തിന്റെ ദിവസമാണ് ഇന്ന്. മേരെ ജീവൻ മേ യെ നയാ അനുഭവ് ഹെ, എന്റെ ജീവിതത്തിൽ ഇത് പുതിയൊരു അനുഭവമാണ്. ഇനി ഇത്രയൊന്നും എനിക്ക് പഠിക്കാൻ വയ്യ, എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ ഈ ഒരൊറ്റ ലൈൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്ത്? ആജ് കാ ദിൻ, ആജ് കാ ദിൻ മേ कैसे ഭൂലു, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഓക്കെ, അവസാനിപ്പിക്കുമ്പോ इस दुख के बारे में और इस खुशी के बारे में सोचकर नींद भी नहीं आता, ഉറക്കം പോലും വരുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്തത് പട്കഥ. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ പട്കഥയുടെ ഫോർമാറ്റ് മാത്രം എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല. ഇവിടെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ ഫില്ല് ചെയ്താൽ മാത്രമേ, ചാപ്റ്ററിനനുസരിച്ചിട്ട് ഫില്ല് ചെയ്താൽ മാത്രമേ ഇവിടെ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ പട്കഥ എഴുതുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ദൃശ്യ, ഇനി സ്ഥാൻ, സമയ്, പാത്ര, വേഷഭൂഷ, ഉമ്ര ഇതെല്ലാം എഴുതിയതിനു ശേഷം, ശരിക്കും പറഞ്ഞാൽ പട്കഥ എന്താണ്? സ്ക്രിപ്റ്റ് ആണ് അല്ലെ? ഒരു നാടകം അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഇവിടെ അതുപോലെയാണ്. ഒരു സിനിമ അഭിനയിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അല്ലെ? ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി സന്ദർഭ്, എന്താണ് സിറ്റുവേഷൻ, അതിവിടെ വ്യക്തമാക്കണം. അതിനുശേഷം സംവാദ്, കോൺവെർസേഷൻ, ഒരു 4 എക്സ്ചേഞ്ച് എങ്കിലും ഒരാൾക്ക് വേണം. അങ്ങനെയാണ് ആ കോൺവെർസേഷൻ കംപ്ലീറ്റ് ആവുക. എങ്കിൽ എത്ര മാർക്ക് നമുക്ക് കിട്ടും? 4 മാർക്ക് കിട്ടും. ഇനി നമുക്ക് നോക്കാം, അടുത്തത് പോസ്റ്റർ ആണ് അല്ലെ? ഇപ്പൊ പോസ്റ്റർ എന്ന് പറയുമ്പോൾ ശരിക്കും 2 തരത്തിലുള്ള പോസ്റ്ററുകൾ ഉണ്ട്. ഒന്ന് സന്ദേശ പോസ്റ്റർ. അപ്പൊ സന്ദേശ പോസ്റ്ററിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ജൽ നഹി തോ കൽ നഹി എന്നുള്ളതൊക്കെ. ജൽ നഹി തോ കൽ നഹി. ഇനി അതല്ലാതെ ഒരു ഇൻവിറ്റേഷൻ പോസ്റ്റർ കൂടെ ഉണ്ട്. ആ ഇൻവിറ്റേഷൻ പോസ്റ്റർ ആവുന്ന സമയത്ത് നമ്മൾ എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഹെഡിങ് കൊടുക്കണം അല്ലെ? ആദ്യം തന്നെ നമ്മളൊരു ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് പ്രോഗ്രാം, പ്രോഗ്രാം ഡീറ്റെയിൽസ് കൊടുക്കണം അല്ലെ? ഇതൊക്കെ ഹിന്ദിയിൽ വേണം കൊടുക്കാൻ. ഡീറ്റെയിൽസ് കൊടുക്കണം. സ്ഥാൻ കൊടുക്കണം അല്ലെ? സ്ഥാൻ, സമയ്, താരീഖ്, എപ്പോ, എന്ന്, എവിടെ വെച്ച് എല്ലാം കൊടുക്കണം. അതിനുശേഷം എല്ലാവരെയും ഇൻവൈറ്റും ചെയ്യണം. സ്വാഗത് അല്ലെ? എല്ലാവരെയും ഇൻവൈറ്റും ചെയ്യണം. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ 4 മാർക്കിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും കൂടെ ഉത്തരമാക്കി പഠിക്കേണ്ട ഫോർമാറ്റുകൾ. ഇത് കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 4 മാർക്ക് ഫുൾ കിട്ടും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക, ഫുൾ മാർക്ക് മേടിക്കുക. ഓക്കെ, ബൈ.